ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇതാണ് സുഖി മുദ്ദ അല്ലെങ്കിൽ പൂർണ്ണാലു അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സുഖി എന്ന് പറയും. കുറച്ച് ശർക്കര, പച്ചക്കടല, ഒരു ഗ്ലാസ് അരി, അര ഗ്ലാസ് ഉഴുന്ന്, കുറച്ച് നെയ്യ്, ഏലയ്ക്ക, ആവശ്യമുള്ള സാധനങ്ങൾ. പച്ചക്കടല നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കുന്ന ഒരു 3 മണിക്കൂർ. അതുപോലെ അരിയും ഉഴുന്നും സെപ്പറേറ്റായിട്ട് നമ്മൾ കുതിർത്താൻ ഒരു 3 മണിക്കൂറോളം വെക്കുന്നു. വെച്ചതിന് ശേഷം പച്ചക്കടലയാണെങ്കിൽ നമ്മൾ നല്ല വേവിച്ചിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് ഇളക്കിയെടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കി എടുക്കുമ്പോൾ അതിനകത്ത് 2-3 ഏലക്ക നമ്മൾ ഇട്ടാൽ നല്ല സ്മെല്ലായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ കടലയും ശർക്കര പാനിയും കൂടെ യോജിപ്പിച്ച് ഇതുപോലെ ഗ്യാസിൽ വെച്ച് ഇളക്കി കട്ടിയാവണം ഇതുപോലെ. അപ്പം കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ നല്ലൊരു സ്മെല്ലും സൂപ്പർ ടേസ്റ്റുമായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുതിർത്താൻ വെച്ചില്ലേ അരിയും ഉഴുന്നും, അത് മിക്സിയിലിട്ട് നല്ല അരച്ചെടുത്തതാണിത്. കണ്ടോ, ഇതുപോലത്തെ കട്ടിയായിട്ടുണ്ടാവണം മാവിൻ്റെ കൺസിസ്റ്റൻസി. കാരണം എന്നാലേ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ഈ മാവിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പം അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. കണ്ടോ, മാവൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ടേ ഇല്ല, കറക്റ്റായിട്ട് ആ ബോളിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. അതാണ് മാവ് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുള്ള നമ്മളുടെ സുഖി മുദ്ദ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് കണ്ടിട്ട് എനിക്ക് നമ്മുടെ മുട്ടയൊക്കെ പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ നടുക്കൂടെ മുറിച്ച് കഴിയുമ്പോൾ മഞ്ഞക്കരു വെള്ളക്കരുവായിട്ട് തോന്നിക്കത്തില്ലേ, അതേപോലെയുണ്ട് ഫ്രണ്ട്സ് കണ്ടിട്ട്. പക്ഷേ ടേസ്റ്റ് സൂപ്പറായിരുന്നു. നല്ല പുറത്തെല്ലാം നല്ല സോഫ്റ്റ്നെസ്സും അകത്ത് നല്ല ശർക്കരയുടെയും കടലയുടെയൊക്കെ ആ മധുരവും സൂപ്പറായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്.